ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ കാരൂരിനടുത്തുള്ള കുളിത്തലൈ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്ന് അരമണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയൊരു മലയുടെ അടിവാരത്തെത്തിച്ചേരാം. അതാണ് അയ്യർമല എന്ന രത്നഗീശ്വര ക്ഷേത്രം. ആ കാണുന്ന മലയെ ലക്ഷ്യമാക്കി നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം എത്തിച്ചേരുന്നത് 4 ഭാഗവും കരിങ്ങിൽ കൊണ്ട് നിർമ്മിച്ച വലിയ കൽപ്പടവുകളുള്ള വലിയൊരു തീർത്ഥക്കുളമാണ് നമ്മൾ ആദ്യം കാണുന്നത്. വീണ്ടും മുൻപോട്ട് പോകുമ്പോൾ ചെറിയ ഇടവഴിയിലൂടെ നമ്മൾ നേരെ കാണുന്നത് ആ വലിയ മലയുടെ അടിവാരത്തുള്ള ക്ഷേത്രത്തിൻ്റെതായ വലിയൊരു മണ്ഡപമാണ്. വളരെയധികം പഴക്കം ചെന്ന അനേകം തൂണുകളാൽ നിർമ്മിക്കപ്പെട്ട വലിയൊരു മണ്ഡപം. ഈ മണ്ഡപത്തിന് കീഴെ വലിയതും ചെറുതുമായ ഒരുപാട് ക്ഷേത്രങ്ങൾ. ഇതിനകത്തുകൂടെ വേണം നമ്മൾ മലയിലേക്ക് പ്രവേശിക്കാൻ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പണിതീർത്ത ചില ക്ഷേത്രങ്ങളുടെ നിർമ്മിതികളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കുറച്ചുകൂടി മുൻപോട്ട് ചെല്ലുമ്പോൾ വലിയൊരു പാറ കാണാം നമുക്ക്. ആ പാറയുടെ അടിയിലുമുണ്ട് ചെറിയൊരു ക്ഷേത്രം. ഇവിടെ നിന്ന് നമ്മൾ മലകയറ്റം ആരംഭിക്കുകയാണ്. ഇവിടെ വരുന്നവരോട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, കാലത്ത് 10 മണിക്ക് മുൻപ് തന്നെ ഇവിടെ എത്തിച്ചേർന്ന് മല കയറാൻ ശ്രമിക്കുക. കാരണം വെയിൽ മൂത്തു കഴിഞ്ഞാൽ മലകയറ്റം വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ആവശ്യമുള്ള കുടിവെള്ളവും ഭക്ഷണമെല്ലാം നമ്മൾ ബാഗിൽ കരുതിയിരിക്കണം. ഇതൊന്നും തന്നെ പോകുന്ന വഴിയിലോ അല്ലെങ്കിൽ അവിടെ എവിടെയും കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമ്മൾ അതെല്ലാം കരുതി വേണം മല കയറാൻ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാൻ തമിഴ്നാട്ടിൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്. തിരക്കില്ലാത്തൊരു ക്ഷേത്രം കണ്ടത് ഇവിടെയാണ്. ഞാൻ 1.5 മണിക്കൂറോളം മല കയറിയിട്ട് 2 പേരെയാണ് ഞാൻ ആ വഴിയിൽ കണ്ടത്. കാരണം ഈ മല കുത്തനെയുള്ള കയറ്റം തന്നെയാണ്. ഇവിടെ റോപ്പ് വേ സിസ്റ്റം ഉണ്ടായിരുന്നു. അത് ചില സാങ്കേതിക തകരാറ് മൂലം നിർത്തിവച്ചിരിക്കുകയാണ്. താഴെ തിരക്കുണ്ടെങ്കിലും ആരും തന്നെ ഈ മല കയറാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് വളരെ തിരക്ക് കുറവാണ്. പോകുന്ന വഴിയിൽ കുരങ്ങന്മാരുടെ വളരെ ശല്യം നമുക്ക് അനുഭവപ്പെടും. കാരണം അവർക്കൂടെ ഭക്ഷണം കിട്ടാൻ വേറൊരു മാർഗവുമില്ല. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിയിൽ അവർ നമ്മളെ ആക്രമിക്കാൻ വരിക, നമ്മുടെ ബാഗ് തട്ടി പറിക്കുക, അങ്ങനെ പല പല ആക്ടിവിറ്റീസാണ് അവരോട് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
രത്നഗീശ്വര ക്ഷേത്രം അഥവാ അയ്യർമല. രത്നഗിരീശൻ്റെ രൂപത്തിലാണ് ശിവനിവിടെ ആരാധിക്കപ്പെടുന്നത്. രത്നഗിരിമല, ശിവായിമല, മാണിക്യമല എന്നീ പേരിലും ഈ മല അറിയപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിന് ഏകദേശം 1300 വർഷം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. 1017 പടികൾ കയറി വേണം നമ്മൾ മുകളിലെത്തിച്ചേരാൻ. കാവേരി നദിയുടെ തീരത്ത് 191 ശിവക്ഷേത്രങ്ങളാണ് നിലവിലുള്ളത്. അവയിൽ നദിയുടെ വടക്ക് ഭാഗത്ത് 63ഉം തെക്ക് ഭാഗത്തായി 128 ശിവക്ഷേത്രങ്ങളാണ് ഉള്ളത്. വനവാസകാലത്ത് പഞ്ചപാണ്ഡവർ ഈ മലയിൽ വന്ന് താമസിച്ചുവെന്നും അതുകൊണ്ടാണ് ഈ മലയെ ഐവർമലയെന്നും പിന്നീടത് അയ്യർമലയായി മാറിയത് എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. പഞ്ചപാണ്ഡവർ ഇവിടെ വന്ന് താമസിച്ചും തെളിവായി കുന്നിൻ്റെ നടുവിലുള്ള ഗുഹയിൽ കല്ലുകൊണ്ട് കൊത്തിയെടുത്ത 5 കിടക്കകൾ കാണാം. അതുപോലെ തന്നെ അപ്പുറത്തെ ഗുഹയിലും കാണാം അതുപോലെ 5 കിടക്കകൾ. ജൈനമതക്കാർ ഇവിടെ വന്ന് താമസിച്ചു എന്നതിനുള്ള തെളിവാണ് ഈ കല്ലുകൊണ്ട് തീർത്ത ശയിക്കുന്നതിന് വേണ്ടിയുള്ള കിടക്കകൾ. ഏറെ നേരത്തെ മല കയറിയതിന് ശേഷം ഞാനിവിടെ മുകളിലെത്തിച്ചേർന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ മുൻപിലുള്ളൊരു പ്രവേശന കവാടമാണ്. ഇത് കടന്നു വേണം നമ്മൾ അപ്പുറത്തോട്ട് ചെന്നാൽ വീണ്ടും വലിയ കൽത്തൂണുകളുള്ള മണ്ഡപങ്ങളും. ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ കാണുന്നത് തമിഴ്നാടിൻ്റെ പച്ചപ്പ് നിറഞ്ഞ ഗ്രാമീണ ഭംഗിയാണ്. വളരെയധികം സമയമെടുത്ത് ഞാൻ മല കയറി മുകളിലെത്തി. ഒരുപാട് കൽത്തൂണുകളുള്ള വലിയൊരു മണ്ഡപമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ അടുത്ത് ഒരു വലിയ നന്ദിയുടെ പ്രതിമയും കാണാം. ഇത് കടന്ന് നമ്മൾ വീണ്ടും മുൻപോട്ട് പോയി കഴിഞ്ഞാലാണ് മെയിൻ ക്ഷേത്രത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക. കുറേ മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഇരുട്ട് മൂടിയ വലിയൊരു അറ. ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് കുറച്ച് ഭയമുണ്ടായിരുന്നു. കാരണം കുരങ്ങന്മാരുടെ ആക്രമണം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വഴിയെല്ലാം നമ്മൾ കടന്നു പോകുന്നത്. ഇതിനകത്ത് നിറയെ പ്രതിമകളാണ്. ഓരോരോ ഭഗവാന്മാരുടെ രൂപങ്ങളാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. കുറേ വിഗ്രഹങ്ങളും ഞാനും മാത്രമാണ് ഈ വലിയ അറയ്ക്കുള്ളിലുള്ളത്.
നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും പേടിപ്പെടുത്തുന്നതുമായ ഒരു അറയാണ് ഈ കാണുന്നത്. വളരെ ഭയത്തോടെയാണ് ഞാൻ മുമ്പോട്ട് പോയത്. വെറും കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച വലിയ കൂറ്റൻ ഭിത്തികളാണ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ളത്. ഇവിടെ മുൻപ് പ്രവർത്തിച്ചിരുന്ന റോപ്പ് വേ സിസ്റ്റമാണ് ഈ കാണുന്നത്. സാങ്കേതിക തകരാറ് മൂലം ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഭക്തരുടെ നീണ്ട നിര ഈ ക്ഷേത്രത്തിൽ കാണാത്തത്. ഈ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണ് ഈ കാണുന്നത്. പൂർണ്ണമായും കരിങ്കല്ലിൽ കൊണ്ട് നിർമ്മിച്ച കൊത്തുപണികളോട് കൂടിയ ഒരു ഗോപുരമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അടഞ്ഞു കിടക്കുന്ന ഗേറ്റിലൂടെ വേണം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ. ഈ ക്ഷേത്രവും ഇതിൻ്റെ പരിസരവും കുറിയന്മാരുടെ താവളമാണ്. അവർ ഈ ഗേറ്റ് വഴിയാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത്. അത് തടയുന്നതിന് വേണ്ടിയാണ് ഈ ഗേറ്റ് ഇതുപോലെ അടച്ചിരിക്കുന്നത്. അകത്തേക്ക് വീഡിയോ ഫോട്ടോ അനുവാദമില്ലാത്തത് കൊണ്ടാണ് അകത്തെ കാഴ്ചകളൊന്നും എടുക്കാതിരുന്നത്. ക്ഷേത്രത്തിൻ്റെ മുകളിലത്തെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം ഞാൻ പതുക്കെ മലയിറങ്ങി. നല്ല ചൂടുണ്ട്, അതുപോലെ തന്നെ നല്ല കാറ്റുമുണ്ട്. ഇനി താഴത്തെ കാഴ്ചകളാണ്. നമ്മൾ മേലെ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണുന്ന ചില ചെറിയ ക്ഷേത്രങ്ങളുടെ കാഴ്ചകളാണ്. തമിഴ്നാടിൻ്റേതായ ചില ആചാരങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
നമ്മളുടെ വീടുകളിൽ നിന്ന് വിലപ്പെട്ട എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളൊരു ലോക്ക് വാങ്ങി ഇവിടെ വന്ന് ഭഗവാൻ അഭിഷേകം ചെയ്ത ശേഷം ഈ കാണുന്ന കമ്പിയിൽ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഈ താക്കോൽ ഇവിടുത്തെ അടുത്തുള്ള കിണറ്റിലെറിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനുള്ളിൽ നമുക്കത് ആ കളവുപോയി മുതൽ തിരിച്ചു കിട്ടുമെന്നാണ് ഇവരുടെ വിശ്വാസം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ആചാരം ഇവിടെ നിലനിൽക്കുന്നത്. തമിഴ്നാട്ടിലെ കരൂരിനടുത്തുള്ള രത്നഗീശ്വര ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചുകൊണ്ട് കാണുന്നവരെല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.